Guys, it's another important video, I think. നമ്മളിപ്പോൾ ബി പി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് നമ്മുടെ മെഷീൻസ് വീട്ടിൽ അവൈലബിളായ മെഷീൻസ് വെച്ച് നോക്കിയിട്ട് വളരെ ടെൻസ്ഡ് ആവുന്നതും കണ്ടു. അപ്പോൾ ബി പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ 5 മിനിറ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം എപ്പോഴും ബി പി എടുക്കാനുള്ളത്. 2, ചില കാര്യങ്ങൾ ബി പി എടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ നമ്മൾ ചെയ്യാൻ പാടില്ല. ചായ കോഫി കുടിക്കാൻ പാടില്ല, എക്സസൈസ് ചെയ്യാൻ പാടില്ല, 15-20 സ്റ്റെപ്പ് ഒന്നും കയറിയിട്ട് വന്നിട്ട് ഉടനെ ബി പി നോക്കാൻ പാടില്ല. വേരിയേഷൻസ് ഉണ്ടാവും. 2-3 സ്റ്റെപ്പ് ഇറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ മൂത്രം ഒഴിക്കാൻ പോകണം നമുക്ക്, അപ്പോൾ പോയി ബി പി എടുക്കരുത്. അപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവും. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നതിന് ശേഷം ബി പി എടുക്കാം. നമ്മൾ ബി പി എടുക്കാനിരിക്കുമ്പോൾ കാല് ക്രോസ് ചെയ്തിരിക്കുകയോ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊന്നും ഇരിക്കാതെ കാലെല്ലാം നേരെ വെച്ച് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാൻ നോക്കണം. പിന്നെ ബി പി കഫ്, നമ്മൾ വീട്ടിൽ കഫ് പിന്നെ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ അവർക്കറിയാം. പക്ഷെ നമ്മളൊരു വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് പാകമായ കഫ് നമ്മൾ ആ ബി പി കെട്ടാൻ ഉപയോഗിക്കുന്നില്ലേ, കഫ്, ബി പി കഫ്, നമുക്ക് പാകമായത് ഉപയോഗിക്കണം. ഒബീസ് ആയവർക്ക് വലിയ കഫ്, ലീൻ ആയവർക്ക് അത്രയും അതുപോലുള്ള കഫ്, അല്ലെങ്കിൽ അതുപോലെ കെട്ടുന്ന പട്ട പോലത്തെ സാധനം. അല്ലാച്ചാൽ അതിനകത്ത് വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെ മെഷീൻസ് വെച്ച് നോക്കുമ്പോഴേക്കും അത് നമ്മളൊരു 3 പ്രാവശ്യം എടുക്കുക, എന്നിട്ട് എൻ്റെ ആവറേജ് എടുക്കുക. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തപ്പോൾ 150/80, പിന്നെ എടുക്കുമ്പോൾ 140/90, പിന്നെ എടുക്കുമ്പോൾ വേറൊരു വാല്യൂ വരുവാണെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക. പിന്നെ ബി പി നോക്കുമ്പോൾ എപ്പോഴും ബി പി അപ്പാരറ്റസ് ഹാർട്ട് ലെവലിൽ വെക്കുക. ഞാനിവിടെ ഇരിക്കുകയാണ്, ഇവിടെ വെക്കാം ബി പി അപ്പാരറ്റസ്. ഹാർട്ടിൻ്റെ ലെവലിൽ ബി പി വെക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ, ബി പി മെഡിക്കേഷൻസ് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. അതൊരു ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പാടുള്ളൂ. പിന്നെ ഒരുപാട് പേരുടെ ഉള്ളിൽ ബി പി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് ജീവിതകാലം മുഴുവൻ കഴിക്കണ്ടേ, അത് കഴിക്കണം. കിഡ്നി ഫെയിലിയറൊക്കെ വരുന്നതിനേക്കാളും നല്ലതല്ലേ ബി പി മെഡിസിൻസ്. നമുക്ക് ഓരോ മെഡിസിൻസും ഡോക്ടറോട് പോയി ചോദിച്ച് വാങ്ങി കഴിക്കാം. ഓരോ മെഡിസിൻസിനും ഓരോ സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകളെ പറ്റി ഇനി പറയാം നമുക്ക്. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, ലൈക്ക് എൻ്റെ ഹാർട്ടിനെയും കിഡ്നിയും അഫക്റ്റ് ചെയ്യാത്ത ഒരു മെഡിസിൻ, അങ്ങനെ ചോദിക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ബി പി വിശേഷം. ബൈ.